1000 കോടി രൂപയാണ് കേരളത്തിൽ നമ്മളുടെ ഐസ്ക്രീം ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ. അങ്ങോട്ടാണ് ഐസ്റ്റിക്കോട് ചെന്നത്. ഞാൻ ഇന്നോവേഷൻസ് ഇഷ്ടപ്പെടുന്ന ആളാണ്. 10 രൂപയുടെ 20 രൂപയുടെ സാധനം ഒരു ദിവസം 20,000 രൂപക്ക് ഞാൻ വിറ്റു എന്ന് പറയുമ്പോൾ എത്ര പീസ് പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിനെ മാർക്കറ്റ് ചെയ്തതും ഒരു പ്രത്യേക രീതിയിലാണ്. ആ ഫ്രാഞ്ചൈസി മോഡൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മളുടെ മക്കൾക്ക് ധൈര്യമായിട്ട് വാങ്ങി. ദ 1 മിനിറ്റ് ഷോയുടെ 1 മിനിറ്റിൽ തീരാത്ത വിശേഷങ്ങളുമായി ബിയോണ്ട് ദ 1 മിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടങ്ങിവെച്ച എല്ലാ ബിസിനസ്സിലും തൻ്റെതായ അപ്ഡേഷൻസും ഇന്നോവേഷൻസും കൊണ്ടുവന്ന് ഇന്ന് കേരളത്തിന് അകത്തും പുറത്തുമായി 150ഓളം ഫ്രാഞ്ചൈസികളുള്ള ഐസ്പോർട്ടിന്റെയും ആൽമണ്ട് ഡയറിയുടെയും ഫൗണ്ടറായ മിസ്റ്റർ അബൂബക്കറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് സർ, വെൽക്കം ടു ബിയോണ്ട് ദ 1 മിനിറ്റ്. താങ്ക് യു. മാർക്കറ്റിൽ ഒരുപാട് ഐസ്റ്റിക് ബ്രാൻഡുകൾ ഉണ്ടല്ലോ, അപ്പൊ അതൊന്ന് എങ്ങനെയാണ് ഐസ്പോർട്ടിനെ വ്യത്യസ്തമാക്കുന്നത്? ഓക്കെ, നല്ലൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് നമ്മളുടെ ഐസ്പോർട്ടിൽ നിന്ന് കഴിച്ച ആളുകൾക്ക് എന്തായാലും അത് അറിയാം, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലായിട്ട് 100% നാച്ചുറൽ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ റിയൽ കണ്ടൻസ് വെച്ചുണ്ടാക്കുന്ന പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ ഐസ്പോർട്ടിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും. നാച്ചുറൽ ഫ്രൂട്ട് യൂസ് ചെയ്തിട്ടാണ്? തീർച്ചയായിട്ടും നാച്ചുറൽ ആയിട്ട് ഉള്ള ഫ്രൂട്ട്സും അതിന്റെ പൾപ്പുകളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് 100%. ഓക്കെ. അതുപോലെ തന്നെ അടുത്തൊരു പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ മറ്റുള്ള ഓബ്സ്റ്റിക്കിൾ ബ്രാൻഡുകൾ നിങ്ങൾ ചോദിച്ച പോലെ ഒരുപാട് കമ്പനികൾ മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മളുടെ വ്യത്യസ്തത എന്താ വെച്ചാൽ, നമ്മൾ ഒരു ഫ്രാഞ്ചൈസി മോഡലാണ് ചെയ്യുന്നത്. വേറെയും പല കമ്പനികൾ ഫ്രാഞ്ചൈസി മോഡലുകൾ ചെയ്യാറുണ്ട്. നമ്മളുടെ ഒരു വ്യത്യസ്തത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഫ്രാഞ്ചൈസി മോഡലിൽ തന്നെ അവർക്ക് മാക്സിമം ഏണിങ്സ് കിട്ടാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, മറ്റുള്ള കമ്പനികൾ അവരുടെ ഒരു ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റുകൾ ഇട്ട് കൊടുക്കുമ്പോൾ കസ്റ്റമർ അവിടെ വരുന്നു, അവരത് വാങ്ങുന്നു, കഴിക്കുന്നു, എക്സ്പീരിയൻസ് ചെയ്യുന്നു, പോകുന്നു. ഇതായിരുന്നു നോർമൽ ഒരു കൺസെപ്റ്റ് എല്ലാവരും ചെയ്യുന്നത്. ഞാൻ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്തു. മെയിൻ ഒരു കാര്യമാണ്, ഞാനൊരു ഐസ്ക്രീം ബ്രാൻഡിനെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൽമണ്ട് ഡയറി എന്ന പേരിൽ 100% നമുക്ക് ക്വാളിറ്റി ഉറപ്പ് കൊടുക്കാവുന്ന ഒരു ഐസ്ക്രീം ബ്രാൻഡ്, പുതിയ ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ് വെച്ചിട്ട് നമ്മൾ നല്ല നല്ല ക്വാളിറ്റിയുള്ള ഫ്ലേവേഴ്സ് വെച്ചിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇറക്കി. ആൽമണ്ട് ഡയറി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം യൂസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ക്വാളിറ്റി ആയിട്ടുള്ള പാക്കേജിങ് കൊണ്ടുവന്നിട്ട് ഒരു ഐസ്ക്രീം ബ്രാൻഡിനെ കൂടി കൊണ്ടുവന്നു. അപ്പോൾ അതിന് ഏറ്റവും ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വയ്ക്കുന്നു, അല്ലെങ്കിൽ സെൻട്രൽ സൂപ്പർ സ്റ്റോക്കിസ്റ്റിന് വയ്ക്കുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വയ്ക്കുന്നു, സബ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളോ അല്ലെങ്കിൽ ബേക്കറികളിലൊക്കെ കൊടുക്കുന്നു. അപ്പോൾ അതിന് പകരം ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു ഈസി മെത്തേഡ് യൂസ് ചെയ്തു. നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഇതൊക്കെ ഒരു സെഗ്മെന്റ് വേറെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഫ്രാഞ്ചൈസി മോഡൽ എടുത്ത ആളുകൾക്ക് നമ്മൾ ആ ഏരിയയുടെ ഡിസ്ട്രിബ്യൂഷൻ കൂടി ഞാൻ കൊടുത്തു. അപ്പോൾ ആ ഫ്രാഞ്ചൈസി എടുത്ത ആളുകൾക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ നിയറസ്റ്റ് ഏരിയകളിലൊക്കെ അവർക്ക് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതോടൊപ്പം അതേ ക്വാളിറ്റിയുള്ള ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളെ മാർക്കറ്റിലേക്ക് ആളുകളുടെ ഇടയിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ പ്രൊഡക്റ്റുകൾ ആഡ് ഓൺ ചെയ്തു വരികയാണ്. അപ്പോൾ എൻ്റെ ലക്ഷ്യം തന്നെയാണ് വളരെ അടുത്ത സമയത്തിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു ഐസ്ക്രീം ബ്രാൻഡിലേക്ക് നമ്മൾ ആൽമണ്ട് ഡയറിനെ ഞാൻ മാറ്റിയെടുക്കാൻ പോവാണ്. അടിപൊളി. ഈ ഐസ്പോർട്ടിന്റെ രൂപത്തിൽ. എന്തുകൊണ്ടാണ് ഈ ഒരു ഐസ്ക്രീം ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നില്ല, ഈ ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്? നിങ്ങൾക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ? പിന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പൊ ഐസ്ക്രീം ഇഷ്ടപ്പെടാത്ത ആളുകൾ വളരെ കുറവാണ്. ആദ്യത്തെ മെയിൻ ഒരു പോയിന്റാണ്. അപ്പൊ ഞാൻ വഴിയെ കഥകളൊക്കെ പറയാം. അപ്പൊ അതിൽ എപ്പോഴും പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നോവേഷൻസ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എല്ലാ മേഖലയിലും ഞാൻ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ ചിന്തിക്കും. അപ്പോൾ ഈ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റാവുന്ന ഒരു മേഖലയാണ്. അത് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ പൂർവികന്മാരുടെ കാലഘട്ടത്തിലും ഐസ്ക്രീം ഉണ്ട്, നമ്മളുടെ കാലഘട്ടത്തിലുണ്ട്, ഇനി നാളെ വരാൻ പോകുന്ന നമ്മളുടെ മക്കളുടെ കാലഘട്ടത്തിൽ ഉണ്ടാവും നമുക്ക് ഉറപ്പാണ്. കാരണം ഐസ്ക്രീം ഉണ്ടാവും, അതിന് പല വകഭേദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുമെന്ന് മാത്രം. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ മാത്രം 1000 കോടി രൂപയാണ് കേരളത്തിൽ നമ്മളുടെ ഐസ്ക്രീം ഇൻഡസ്ട്രിയുടെ ടേൺ ഓവർ. ഇപ്പോൾ ഈ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതിൽ തന്നെ പ്രത്യേകത ഒരു 80% പ്രാദേശികമായിട്ടുള്ള കേരള കമ്പനികളാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള കമ്പനികളൊക്കെ കൂടുതൽ 80% കേരള കമ്പനി. അപ്പോൾ ഇതിന് വലിയൊരു മാർക്കറ്റ് നമ്മളുടെ നാട്ടിലുണ്ട്.
കേരളത്തിലുണ്ട്. അത് ഞാൻ തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ വേറൊരു മെയിൻ ഹൈലൈറ്റ് പോയിന്റ് ഇതൊന്നുമല്ല, ഏറ്റവും കൂടുതൽ ഇത് ഉപയോഗപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഒരു 80% കുട്ടികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിൽ നല്ലൊരു ക്വാളിറ്റി ഐസ്ക്രീം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 100% സക്സസ് ആവുമെന്നുള്ള കോൺഫിഡൻസ് എനിക്ക് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിലുള്ള ഇന്നോവേഷൻസും ഇതിലുള്ള ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ചെയ്യാതെ നല്ല റിയൽ കണ്ടൻസ് വെച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളത്. നമ്മളുടെ മക്കൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു കൊടുക്കും. എങ്ങനെയാണ് ഐസ്ക്രീം എന്നുള്ള ഒരു തോട്ട് വന്നത്? അതിൽ ബിസിനസ് ചെയ്യണം തോന്നാനുള്ള കാരണം എന്താ? ഓക്കെ, ഞാൻ ഒരു ദിവസം കോഴിക്കോട് നിന്ന്, എൻ്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂരിലേക്കുള്ള ഒരു യാത്രയിൽ ഞാൻ പെട്ടെന്ന് ഒരു എവിടെയും കാണാത്ത രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ്. അപ്പം അന്ന് എനിക്കറിയില്ല അതെന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയിൽ അവിടെ പോയി അവിടുന്ന് ഒരു പ്രൊഡക്റ്റ് അവർ വാങ്ങി കഴിച്ചു. ആ സാധ്യതയെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സാധ്യതയുള്ള മേഖല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ അപ്പം തന്നെ അവരോട് അതിനെക്കുറിച്ച് പോപ്സിക്കിൾ, വേറൊരു കമ്പനിയുടെ പോപ്സിക്കിളാണ്. അപ്പോൾ ശരിക്കും പോപ്സിക്കിൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. വേറൊരു ബ്രാൻഡുകളൊക്കെ, പ്രമുഖ ബ്രാൻഡുകളൊക്കെ പോപ്സിക്കിളിൽ നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ പെട്ടെന്ന് അത് എല്ലാവരെ പോലെ തന്നെ ഈ പുതിയ ബിസിനസ് ഐഡിയകളൊക്കെ ഓടി നടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ മനസ്സിൽ പെട്ടെന്ന് അത് ഹൈപ്പ് ചെയ്തു. അപ്പൊ ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട തുടങ്ങിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ആ ഒരു ടീമിന്റെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോയിരുന്നു. പിന്നെ അവരോട് സംസാരിച്ചതിന് ശേഷം അവരെനിക്ക് ഞാൻ സംസാരിച്ചത് അവരുടെ ഫ്രാഞ്ചൈസി എടുക്കാനായിരുന്നു. അപ്പൊ നോക്കുമ്പോൾ അവരൊരു ഫ്രാഞ്ചൈസിയാണ്. ശരിക്കും അവരെടുത്തിട്ടുള്ള വേറൊരു കമ്പനി ആയിരുന്നെങ്കിലും ഇവരൊരു ഫ്രാഞ്ചൈസിയാണ്. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു ഭാവിയിൽ ഇവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന്റെ ഫ്രാഞ്ചൈസി എനിക്ക് എടുക്കാന്ന് പറഞ്ഞു. ഈ ഫ്രാഞ്ചൈസി കോസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് ഇന്ന അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്തു. കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ ഞാൻ ഇവരെ ഫോളോ അപ്പ് ചെയ്തു. ഇതിനെ കുറിച്ച് കൂടുതൽ ഇൻട്രസ്റ്റ് വന്ന അങ്ങനെ തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കും. അപ്പൊ കൂടുതൽ പഠിച്ചപ്പോൾ അതോടൊപ്പം തന്നെ ഈ അവസരവും കിട്ടി, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി വേറൊരു കമ്പനിയുടെ. അങ്ങനെ അവരുടെ രണ്ടാമത്തെ ഫ്രാഞ്ചൈസി ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അവരോടൊപ്പം കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഫ്രാഞ്ചൈസി മാത്രം, അല്ലാതെ ഒരു കമ്പനിയും കാര്യങ്ങളും അല്ല. പക്ഷെ ഫ്രാഞ്ചൈസി ആണെങ്കിൽ കൂടി ആ കമ്പനിക്ക് വേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. അവരെ കൂടെ നിന്നിട്ട് അവർക്ക് കുറച്ച് സജഷനുകളും കാര്യങ്ങളും കഴിഞ്ഞു. പിന്നെ എന്റെ കമ്പനിയായിട്ടാണ് ഞാൻ കാണുന്നത്. അവരുടെ പ്രൊഡക്റ്റ് ഞാൻ വിൽക്കുന്ന ഒരു ഫ്രാഞ്ചൈസി ആയിട്ടല്ല. അപ്പൊ എനിക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി. അതിൽ തന്നെ ഞാൻ അറിഞ്ഞു ഒരു ഫ്രാഞ്ചൈസിയെ എങ്ങനെ ട്രീറ്റ് ചെയ്യാതിരിക്കും, ഒരു ഫ്രാഞ്ചൈസി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും. ഞാനൊരു ഫ്രാഞ്ചൈസി ആയിട്ട് അവിടെ വർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൽ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. അപ്പൊ ഞാൻ പതുക്കെ അതിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടും തിരുത്തിയിട്ടും കാര്യങ്ങൾ നല്ല രീതിയിൽ ഞാൻ എൻ്റെ നാട്ടിലത് ഇംപ്ലിമെന്റ് ചെയ്തു. ഒരു ഔട്ട്ലെറ്റ്, എൻ്റെ നാട് പെരുമ്പിലാവാണ്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ മലപ്പുറം ബോർഡറിലുള്ള പെരുമ്പിലാവ് എന്ന് പറഞ്ഞ നാടാണ്. ഭക്ഷണത്തിനോട് ഇഷ്ടപ്പെടുന്ന ആളുകളുള്ള ഒരു നാടാണ്. കാരണം നിങ്ങൾക്ക് അറിയണ്ടാവും 24 മണിക്കൂറും പെരുമ്പിലാവില് ആളുകൾ ഭക്ഷണം കഴിക്കാൻ കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. നിങ്ങളൊക്കെ രാത്രി യാത്രകളിലൊക്കെ പ്രത്യേകിച്ചും ആളുകൾ അവിടെ നിൽക്കുന്നവരാണ്. അപ്പൊ ഞാൻ ആ ഒരു സ്ഥലത്ത് തന്നെ അങ്ങോട്ടാണ് ചെല്ലുന്നത്. അപ്പൊ എന്തും സ്വീകരിക്കുന്ന ഒരു സ്ഥലമാണ് പെരുമ്പിലാവ്. അപ്പോ അതുപോലെ തന്നെ എന്നെ സ്വീകരിക്കുന്ന സ്ഥലമാണ്. ഞാൻ ആ പ്രൊഡക്റ്റ് അവിടെ കൊണ്ടുവന്നപ്പോൾ പെരുമ്പിലാവിലത്തെ ആളുകൾ എന്നെ സ്വീകരിച്ചു. പക്ഷെ ഞാൻ അതിനെ മാർക്കറ്റ് ചെയ്തതും ഒരു പ്രത്യേക രീതിയിലാണ്, പുതിയ സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട്. സാധാരണ പെരുമ്പിലാവിലെ ആളുകൾ അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്താതിരുന്ന സമയത്താണ് ഞാൻ ഈ സാധ്യതകൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ സാധ്യതകളെ ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഒരു ബിസിനസ് കോൺസെപ്റ്റ് അവിടെ ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തു. ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ പടച്ചോൻ നമ്മളെ സഹായിച്ചു. അതോടൊപ്പം എല്ലാവരുടെയും പ്രാർത്ഥനകളൊക്കെ സഹായിച്ചു. ഞാൻ എൻ്റെ ഹാർഡ് വർക്കും കുറെ ആളുകളുടെ സപ്പോർട്ടൊക്കെ കൂടിയിട്ട് അത് വളരെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് ആ ഔട്ട്ലെറ്റ് അവിടെ വിജയിച്ചു. ഒരു ദിവസം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, 20,000 രൂപക്ക് മീതെ ഒരു ദിവസം അവിടെ കച്ചവടം ഉണ്ടായിരുന്നു. വെറും ഐസ്ക്രീം, ഈ പോപ്സിക്കിൾ വെച്ചിട്ടുള്ള കഥയാണ് പറയുന്നത്. ഒരു സ്റ്റിക്കിന് എത്രയാണ്? ഒരു സ്റ്റിക്ക് 10 രൂപ. 10 രൂപ മുതൽ 20 രൂപ വരത്തേക്കാണ് അവരുടെ പ്രൈസ്. 20 രൂപ ആ ഒരു കാറ്റഗറിയാണ് അന്നത്തെ പ്രൈസ്. 10 രൂപയുടെ 20 രൂപയുടെ സാധനം ഒരു ദിവസം 20,000 രൂപയ്ക്ക് ഞാൻ വിറ്റു എന്ന് പറയുമ്പോൾ എത്ര പീസ് പോയിട്ടുണ്ടാവും, എത്ര ആളുകൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അത്രയും സക്സസ് റേറ്റ് ആണ് ഈ ബിസിനസ്. അപ്പൊ ഞാൻ അതിനെ റിയലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇതിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു. അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ആളുകൾ എന്നെ കാണും. അപ്പൊ എനിക്ക് ഇതിന്റെ സാധ്യതകളെ കുറിച്ച് മനസ്സിലായി. ഞാൻ ഇവർക്ക് വേണ്ടി വർക്ക് ചെയ്തു. കാരണം ഇവരിന്റെ അടുത്ത് അങ്ങനെ ഒരു ഡീലും വെച്ചിരുന്നു. ഇവരോട് ഈ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഞാൻ എന്റെ ഈ ഫ്രാഞ്ചൈസി കമ്പനി മനസ്സിലായി. അപ്പോൾ എന്നോട് ഞാൻ ആവശ്യപ്പെട്ട രീതിയിലുള്ള ഒരു ഓഫറിനെ അവർ ചെറുതായിട്ടൊക്കെ ചവിട്ടിയിട്ടൊക്കെ ആയിട്ട് ചെറിയൊരു എമൗണ്ടിൽ അവരെനിക്ക് ഒരു സംവിധാനമൊക്കെ ചെയ്തു തരാന്നൊക്കെ പറഞ്ഞ വാഗ്ദാനത്തിന്റെ പേരിൽ ഞാൻ നല്ല രീതിയിൽ ഒരു 4-5 മാസം ഞാൻ ഈ ഫ്രാഞ്ചൈസി സെല്ലിംഗ് കൺസെപ്റ്റ് പുറത്ത് കുറേ എക്സ്പാൻഷൻ ചെയ്യാൻ വേണ്ടി നോക്കി.
അവിടെ 100% ഇട്ടു ഫുൾ ടൈം. വേറെ ഞാനൊരു പ്രത്യേകിച്ച് എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, ഒരു കോൺസെപ്റ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനെ മാക്സിമം എഫേർട്ട് ഇടും. അതിട്ട് അതിന്റെ റിസൾട്ട് എനിക്ക് കിട്ടും ചെയ്യും. അപ്പൊ അങ്ങനെ ഇട്ടപ്പോൾ ആ റിസൾട്ടിന്റെ ഭാഗമായിട്ട് ഈ റിസൾട്ടൊക്കെ കിട്ടിയത് അവർക്കാണ്. എന്നോട് അവർ പറഞ്ഞുതരും ചെയ്തിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ എനിക്കിതിങ്ങനെ കൂടുതൽ ഈ ബ്രാൻഡ് അറിയപ്പെടുന്ന ഓട്ടോമാറ്റിക്കലി എന്റെ പേരിലായി വന്നു തുടങ്ങി. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, എന്തോ എനിക്കറിയില്ല എന്തോ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഒരു സുപ്രഭാതത്തില് ആ ഫ്രാഞ്ചൈസി മോഡൽ അവിടെ സ്റ്റോപ്പ് ചെയ്തു. മീൻസ് അവർ എനിക്ക് പ്രൊഡക്റ്റ് തരാതായി. കുറച്ച് ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് നമുക്ക് പൂർണ്ണമായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. അപ്പോൾ അവര് നമുക്ക് പ്രൊഡക്റ്റ് തരുന്നത് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കച്ചവടം കുറഞ്ഞു തുടങ്ങി. ഞാനും ക്രൈസിസിൽ വന്നു തുടങ്ങി. പക്ഷെ എനിക്ക് വാശി കൂടി. കാരണം ഞാനായിട്ട് ഡെവലപ്പ് ചെയ്തൊരു സംരംഭം അതില്ലാതാവുക. അപ്പൊ അതിന്റെ വിഷമം നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാൻ കഴിയും. അപ്പൊ ആ വാശി കൂടിയപ്പോൾ ഞാൻ മറ്റു പല ഇവരോടും ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ചെയ്തു തന്നിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തതാണ്. പക്ഷെ നിങ്ങൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. ഇന്ന് അവരെനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, അത് വേറെ കാര്യം. പക്ഷെ അതെനിക്കൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അങ്ങനെ ഈ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ആൻസർ ആണ്. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് എത്തുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ഈ മേഖലയെ കുറിച്ചിട്ട് എനിക്ക് കൂടുതൽ സമയം ഞാൻ ചെലവഴിച്ചു. അപ്പോഴാണ് റിയലൈസ് ചെയ്ത് വന്നത് ഇതിലുള്ള ദുരുപയോഗങ്ങളും അതോടൊപ്പം തന്നെ ഇതിലുള്ള നല്ല കാര്യങ്ങളും. അപ്പൊ ഈ ദുരുപയോഗങ്ങളും അതുപോലെ ഇതിന്റെ മറ്റുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൂടുതലും 90% അല്ലെങ്കിൽ 80% കുട്ടികളാണ് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്റ്റ് മീൻസ് ഐസ്ക്രീം പ്രൊഡക്റ്റുകളെല്ലാം. അപ്പൊ അതിൽ തന്നെ പല തരത്തിലുള്ള എസെൻസുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ, എസെൻസുകളിൽ തന്നെ നല്ലതും ചീത്തതും ഒക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഴ്സ്, അങ്ങനെ പല കാര്യങ്ങൾ ഇതിന്റെ ആഡ് ഓൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതില്ലാതെ ഇത് കഴിയും ചെയ്യില്ല, ഉണ്ടാക്കാൻ കഴിയും ചെയ്യില്ല. അപ്പൊ അതിൽ തന്നെ നല്ലതും ചെയ്തു, എന്തിനും ഉണ്ടാവുമല്ലോ നല്ലതും ചെയ്തു. അപ്പൊ അതിൽ പല ആളുകളും പല ലാഭത്തിനൊക്കെ വേണ്ടിയിട്ട് പല രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിലാണ് 100% നാച്ചുറൽ കൊണ്ടുവരണം. വാക്കാലല്ല, അല്ലെങ്കിൽ പരസ്യത്തിലല്ല, 100% കഴിക്കുന്ന പൈസ കൊടുത്ത് വാങ്ങുന്ന കസ്റ്റമർക്ക് റിയൽ ആയിട്ട് കിട്ടണം, നാച്ചുറൽ ആയിട്ടും. ഒപ്പം ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഓറിയോ ബിസ്ക്കറ്റിന്റെ ഒരു ഐസ്ക്രീം ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ അതിൽ 100% ഓറിയോ ബിസ്ക്കറ്റ് കിട്ടണം. 100% മീൻസ് എസെൻസ് ഉണ്ടാവരുത്. അതായിരുന്നു എൻ്റെ തോട്ട്. ഞാൻ അത് വെച്ചിട്ട് R&D ചെയ്തു, ഡെവലപ്പ് ചെയ്തു. യാത്രകൾ ഒരുപാട് ചെയ്തു. കൊൽക്കത്തയിലും ഡൽഹിയിലും എവിടെ ഐസ്ക്രീമിന്റെ എന്ത് പ്രോഗ്രാം ഉണ്ടോ ഞാൻ അവിടെ ഉണ്ടാവും. ഐ മീൻ അതിനായിട്ട് ഇറങ്ങി. കാരണം എനിക്കത് വേണം. മറ്റുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അത് പിന്നീട് ഞാനത് എനിക്ക് വേണ്ടി തന്നെ ഓടി തുടങ്ങി. കാരണം എനിക്ക് പ്രൊഡക്റ്റ് ഇല്ലാണ്ടായി, അതേപോലെ സപ്പോർട്ട് ഇല്ലാണ്ടായി. ആ സ്ഥാപനം അവിടെ നിന്നു. പക്ഷെ അത് മാർക്കറ്റിൽ നമ്മൾ പുറത്ത് ആളുകളുടെ ഇടയിൽ ആ സ്ഥാപനം നിന്നെങ്കിൽ കൂടി പിന്നെ എനിക്ക് ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യാനുള്ള ആഗ്രഹമായി. പക്ഷെ ഞാൻ ആ ഒരു എനിക്ക് കുറേ എൻക്വയറീസ് ഉണ്ടായിരുന്നു, ഫ്രാഞ്ചൈസി എൻക്വയറീസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതിന് വേണ്ടിയിട്ട്. എങ്കിൽ കൂടി ഞാനത് ഇവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഈ പ്രമുഖ ബ്രാൻഡുകളെ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, ഞാൻ ഫ്രാഞ്ചൈസികൾ തരാമെന്ന്. പക്ഷെ അവരൊക്കെ അന്ന് തന്നെ നിരുത്സാഹപ്പെടുത്തി വിടുമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഞാനത് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിൽ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വാപ്പാടെ സ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ എന്നെ സഹായിച്ചു. പൈസ വേണമല്ലോ, പൈസ ആയിട്ട് തന്നെ ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യൻ സഹായിച്ചു. ആളിപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്, പാർട്ട്ണർമാരാണ്. അപ്പോൾ പുള്ളി എൻ്റെ കൂടെ ഉണ്ട്. പുള്ളി എനിക്ക് സഹായിച്ചപ്പോൾ ഞാൻ ആ ഒരു സപ്പോർട്ടിൽ ഈ സ്ഥാപനം തുടങ്ങിയത് മാത്രമല്ല, അവിടെ നിന്ന് വാശിയായിരുന്നു, വിജയിപ്പിക്കാനുള്ള വാശി. ആ വാശി 100% ഞാനിപ്പോൾ വിജയിച്ച് നിൽക്കുന്നുണ്ട് ആ ഒരു മേഖലയിൽ. അതോടൊപ്പം എപ്പോഴും എനിക്ക് പറയാൻ പറ്റാവുന്ന അടുത്തൊരു കോൺസെപ്റ്റ്, ഈ ഒരു ഐസ്ക്രീം ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ഓപ്സിക്കിൾ ബ്രാൻഡ് എന്നതിലൊരു ഉപരി ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റിന്റെ ബ്രാൻഡ് എന്ന രൂപം എനിക്ക് ഇന്ന് കിട്ടി. അത് സത്യം പറഞ്ഞാൽ നമ്പർ 1 ക്വാളിറ്റി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പ്രൊഡക്റ്റിൽ.